ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഹെൽത്ത് ഒന്നും ഒട്ടും ഓക്കെ അല്ല, ഇപ്പോഴും ഓക്കെ അല്ല. നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ്, ഒരാഴ്ചയായിട്ട് കിടപ്പാണ്. രാവിലെയൊക്കെ കുറച്ച് ആശ്വാസം കിട്ടിയാലും ഉച്ചയാകുമ്പോഴും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ടും പനി കൂടുകയും എടുക്കുകയൊക്കെയാണ്. ആ ഒരു സമയത്ത് ചെറിയ രീതിയിൽ പനിയൊന്ന് കുറഞ്ഞു നിന്ന സമയത്താണ് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടത്. അങ്ങനെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കിച്ചുവിൻ്റെ ലൈവിനകത്ത് കൂടുതലും കിച്ചു പറയുന്നത് രേണു സുധിയും കൊല്ലം സുധിയും വീണ സുധിയും പറ്റിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെല്ലാം. കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചെന്നതിനുള്ള റിപ്ലൈ ആണ് കിച്ചു കൊടുത്തത്. ചോദ്യങ്ങൾ ചെന്നതെല്ലാം ഈ പറഞ്ഞ രേണുവിനെയും വീണയും കൊല്ലം സുധിയും പറ്റിയിട്ടാണ് ചോദ്യങ്ങളെല്ലാം അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അതിനുള്ള കുറച്ച് മറുപടിയായിട്ട് കിച്ചു ലൈവിലുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പം കുറച്ച് കാര്യങ്ങൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കാണാം, എന്നിട്ട് കാര്യത്തിലേക്ക് പോവാവേ. അതാണിപ്പൊ അച്ഛനാണ് കുറെ ബാഡായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ഈ പറയുന്ന 1 കെട്ടി 2 കെട്ടി 3 കെട്ടി അങ്ങോട്ട് പുള്ളിക്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും. ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി, ഒരു സമയം കഴിഞ്ഞപ്പോൾ അതും ഇതായി. രണ്ടാമത് കെട്ടിയത് ഇതിലൊക്കെ അല്ലായിരുന്നു. പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാ കാര്യത്തിനും അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ അല്ല. എപ്പോഴും വഴക്കാരും. രാത്രി 2 മണിക്ക് ഒരു അച്ഛൻ വീട്ടിൽ ഞാനപ്പം അതായത് കിച്ചുവിനോട് ലൈവിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചുവിൻ്റെ അച്ഛൻ കുറേ കെട്ടിയിട്ടുണ്ടല്ലോ. അതായത് ആദ്യം കെട്ടിയത് കിച്ചുവിൻ്റെ അമ്മ, പിന്നുള്ളത് വീണ, മൂന്നാമത്തത് രേണു സുധി, പിന്നെ അതേപോലെ തന്നെ വേറൊരാളൂടെ ഇതിനകത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം അത്രയും കെട്ടിയ ഒരാൾ മോശമല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതിന് കൊടുത്ത മറുപടി അത്ര നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കിച്ചു കൊടുത്ത മറുപടി നെഗറ്റീവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എത്ര കെട്ടിയാലും ആ ഒരു ജീവിതം ശാശ്വതമായിട്ടില്ല. അപ്പം പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ കൂടെ ജീവിച്ച് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സ് എന്നതാണ് പിന്നുള്ള ഓപ്ഷൻ. പിന്നെ അതിനകത്ത് കിച്ചു പറയുന്നുണ്ട് എത്ര കെട്ടിയിട്ടും കാര്യമില്ല, നല്ലപോലെ ജീവിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ആദ്യത്തേത് കെട്ടി, അതങ്ങനെ പോയി. രണ്ടാമത്തേത് കെട്ടി, അതും ഡിവോഴ്സായി. മൂന്നാമത്തേതാണ് രേണുവായിട്ട് ജീവിച്ചിരുന്നപ്പം ആൾ മരിച്ചും പോയി. ആരുടെ കൂടെ ജീവിച്ചാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരാളുമായിട്ട് ജീവിച്ച് ആ ജീവിതം സെറ്റായില്ലെങ്കിൽ ഡിവോഴ്സ് ആകുക, ഡിവോഴ്സ് ആയെന്നും പറഞ്ഞിട്ട് വീട്ടിനകത്ത് അടിച്ചുപൂട്ടിയിരിക്കുക എന്നുള്ളതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം വേറെ കെട്ടണം എന്നുള്ളത് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കെട്ടുക. അതിനിപ്പം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പിന്നെ ഇതിനകത്ത് കൂടുതലും രണ്ടാമത്തെ വൈഫ്, അതായത് വീണയെ പറ്റി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. താമസിച്ചോണ്ടിരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോഴത്തെ അമ്മയാണേലും വരുന്നതും. അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ അമ്മ അച്ഛട്ടുള്ളതല്ല. മുന്നേ ഇങ്ങനെ ആയിരുന്നു. എന്നിട്ട് അവർ സംസാരിച്ചു, ഇങ്ങനെ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചു, അങ്ങനെ എത്ര കൊടുത്തു, അങ്ങനെ 4 ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് ചെയ്തു. ഭയങ്കര സീനായിരുന്നു. വെള്ളം പറയുന്നത് അച്ഛനിപ്പം എന്നെ നോക്കണം, അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ആ രീതിയിൽ പുള്ളി ഇങ്ങനെ ചെയ്തതായിരിക്കും. അപ്പൊ അവര് എന്ന് പറയുന്നത്, അതായത് കിച്ചു ഇപ്പോൾ പറയുന്നത് കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫായിട്ടുള്ള വീണയായിട്ടുള്ള ജീവിതത്തെ പറ്റിയിട്ടാണ്. കിച്ചു ഇപ്പം നിൽക്കുന്ന വീട്ടിൽ തന്നെയാണ് നിന്നത്. പക്ഷേ എങ്കിൽ പോലും അച്ഛനും ഈ പറഞ്ഞ വീണയുമായിട്ട് ഒരുപാട് സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വീണ പല ഇൻ്റർവ്യൂവിലും വന്നിട്ട് പറയുന്നത് രേണുവാണ് കാരണമെന്നാണ്. കാര്യം രേണുവിൻ്റെ ചാറ്റും കാര്യങ്ങളും എല്ലാം പിടിച്ചണക്കെയാണ് കൊല്ലം സുധിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതും അവർ ഡിവോഴ്സിൻ്റെ ഒരു വക്കിലേക്ക് എത്തിയതും ഈ പറയുന്ന രേണു കാരണമാണെന്ന് പല ഇൻ്റർവ്യൂവിലും നമ്മുടെ വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ഇപ്പോൾ പറയുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇന്നും അവർ തമ്മിൽ വഴക്കായിരുന്നു. വലിയ രീതിയിലല്ല അവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങൾ കിച്ചു ഇപ്പം വന്ന് നമ്മളോട് പറയുന്നുണ്ട്. നമുക്കറിയാം കൊല്ലം സുധിക്ക് പൊതുവേ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഇതിപ്പം ഒരുപാട് വീഡിയോസിൽ ഇപ്പം ഇറങ്ങിയിട്ടുമുണ്ട്. ആൾ അവിടെ നിന്ന് കടം മേടിച്ചു, ഇവിടുന്ന് കടം മേടിച്ചു എന്നൊക്കെ ഉള്ളത് ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സാമ്പത്തികത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കാം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് മാത്രമല്ല, ആൾ നല്ല ആൽക്കഹോളിക് കൂടാണ്. കൊല്ലം സുധി നല്ലപോലെ മദ്യപിക്കുന്ന ഒരു
ആളും കൂടെയാണ്. അപ്പം കിട്ടുന്ന ക്യാഷൊക്കെ കുടിച്ച് തീർക്കുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും, നമുക്കറിയില്ല. ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിൽ നമുക്കറിവില്ല. അപ്പം നമുക്ക് ബാക്കിയും കൂടെ ഒക്കെ കാണാം. അച്ഛൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനാണെങ്കിലും മൊത്തം എല്ലാവർക്കും അറിയാം അതിൻ്റെ സ്റ്റോറി എല്ലാം കാര്യം. അവർ കല്യാണം കഴിച്ചതെന്നാണെങ്കിലും പക്ഷെ ഞാനിവിടെ തന്നെ ആയിരുന്നു. അത്രയും ചിന്തിച്ചാൽ മതി എന്തൊക്കെ. അതായത് ഈ പുള്ളിക്കാരിയുടെ ഭാഗം മാത്രം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമുക്കറിയാം പല ഇൻ്റർവ്യൂവിലും കാര്യങ്ങളിലും എല്ലാം ഈ പറയുന്ന വീണ സുധി വീണയുടെ ഭാഗം മാത്രം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. കൊല്ലം സുധിയെ ഭയങ്കര മോശക്കാരനായിട്ട് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റില്ലാതെ ഒരു പ്രശ്നം നടക്കത്തില്ലല്ലോ. ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളോ ആയിരിക്കാം. പക്ഷേ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ഭാഗത്ത് കുറവുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ വേറെ കല്യാണം നടത്തിയതോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ പോയതോ ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ടും കൂടെ ആയിരിക്കാം. എനിക്ക് ഈ കിച്ചുവിൻ്റെ സംസാരത്തിൽ കൂടെ ഒക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കിച്ചുവിന് ഈ പറയുന്ന വീണെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ കിച്ചുവിൻ്റെ സംസാരമൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാര്യം എത്രയ്ക്കെന്ന് പറഞ്ഞാലും രേണുവിൻ്റെ കൂടെ ഇത്രയും നാളും കിച്ചു ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും പോലും വീണയുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യം വീണ തന്നെ നമ്മുടെ അടുക്കയിൽ കഴിഞ്ഞ വീണയുടെ വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം പുറത്തു വന്ന സമയത്ത് അതിനകത്തിലുണ്ടായിരുന്നു. പിന്നെ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ എല്ലാ ഭാര്യമാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭർത്താവിന് ക്യാഷ് ഇല്ല എന്നുള്ള കാര്യം എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാ ഭാര്യമാർക്കും പറ്റിയെന്ന് വരത്തില്ല. അതായിരിക്കും ചിലപ്പോൾ വീണയുടെ പ്രശ്നം. അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. ഹസ്ബൻഡിൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞ് നിൽക്കുന്നതും കേട്ടുള്ള ഒരുപാട് ഭാര്യമാരുണ്ട്. പക്ഷെ വീണയ്ക്ക് അത് പറ്റുന്നില്ലായിരുന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരിടയ്ക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നത്. അവര് നോക്കുമ്പോ എന്തുവാ കൊല്ലം സുധിയുടെ വൈഫായാലും ഇപ്പൊ വരും ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ വൈഫാണ് കുറേ ന്യൂസ് വരുന്നത്. അപ്പം നിങ്ങളാണെങ്കിലും എല്ലാവരും അങ്ങനെ ചിന്തിച്ചു നോക്കുള്ളൂ. അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ന്യൂസ് വരുമ്പോൾ ഇങ്ങനെ എല്ലാവരും വിചാരിക്കത്തുള്ളൂ. ഇത്ര നാളും കാണാത്തവരെയൊക്കെ കുഞ്ഞിയൊക്കെ വരുന്നില്ലേ. അതായത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹയർ സെക്കൻഡ് മാരേജ് അങ്ങനെ നടക്കുന്നതും. 5-ിലൊക്കെ ആയപ്പോഴത്തേക്കും 5-ലും ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും. ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പറയാനും പറയുന്നത്, വീണ മോനെ നോക്കിയില്ലേ, രേണു നോക്കിയല്ലേ. എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാവരും തന്നെ കേട്ടല്ലേ, എല്ലാരും കേട്ടല്ലേ. എനിക്കിതിൽ കൂടുതലൊന്നും ഇനി പറയാൻ താല്പര്യമില്ല എന്നുള്ള ആ സംസാരത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കിച്ചുവിന് വീണയോട് നല്ല ദേഷ്യമുണ്ടെന്നുള്ള കാര്യം. പിന്നെ അടുത്തിരിക്കുന്ന സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഇല്ലാത്ത ഭാര്യമാരെല്ലാം ഇപ്പം എവിടെ നിന്നാണ് പൊട്ടിമുളച്ച് വന്നതെന്ന്. ശരിയല്ലേ? ഇതുവരെ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴാണ് ഇതെല്ലാം വന്ന് പറയാൻ തുടങ്ങിയത്. ഇത് ഇപ്പം കിച്ചുവിന് വന്ന ഒരു ചോദ്യത്തിന് കിച്ചു കൊടുത്തൊരു മറുപടിയാണ്. കിച്ചുവിനെ വീണ നോക്കിയിട്ടില്ല, പക്ഷേ രേണു നല്ലതുപോലെ നോക്കുമായിരുന്നല്ലേ എന്നുള്ളതിൽ കിച്ചു കൊടുത്ത മറുപടിയാണ്, എന്നെ എൻ്റെ അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയും മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്നുള്ളത്. ഈ പറയുന്ന കിച്ചുമോൻ 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 എന്നും പറഞ്ഞ് നടക്കുന്ന രേണു പോലും കിച്ചുവിനെ നോക്കിയിട്ടില്ല. നോക്കി എന്നുണ്ടെങ്കിൽ ആ കൊച്ചു ഉറപ്പായിട്ടും പറഞ്ഞേനെ. പക്ഷേ അതിനെക്കുറിച്ച് കൊടുത്ത മറുപടി ഇതാണ്, അച്ഛനും അച്ഛമ്മയും വല്യമ്മയും വല്യച്ഛനും മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്നാണ് കിച്ചു കൊടുത്ത മറുപടി. നോക്കിയത് അച്ചാമ്മ, വല്യച്ഛൻ, വല്യമ്മ, അച്ഛൻ വരും. അച്ഛനന്ന് ഭയങ്കര ഷൂട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മൊത്തം എന്നെ നോക്കിയത് വരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്റ്റോറിയാണ് മൊത്തം. ഒരു അമ്മയുടെ സ്ഥാനം ഇടയ്ക്കിടയ്ക്ക് വരിക എന്ന് മാത്രമല്ലല്ലോ. അപ്പം അച്ഛൻ അങ്ങനെ ഒരു ആളായിക്കൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്നേഹം കിട്ടായിരുന്നതോ അങ്ങനൊന്നുമില്ല. എനിക്ക് എന്നിട്ട് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും അതെല്ലാം. അതുകൊണ്ടല്ലേ പറയുന്നത് അച്ഛന്റെ മോനാണ്. പിന്നെ എന്റെ ഭാഗത്തുനിന്ന് അച്ഛനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് അച്ഛൻ മരിച്ച എന്റെ മൈൻഡിൽ മൊത്തം അതായിരുന്നു. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ഓക്കെ ആവാതെ അത്രയും നാൾ ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. കൊല്ലം സുധി ആൾക്കാരെ ക്യാഷ് വാങ്ങി പറ്റിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് കടം ഉണ്ടായിരുന്നു. കാരണം കൊറോണ ടൈമിൽ ഞങ്ങൾ കോട്ടയത്തായിരുന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അവരുടെ പപ്പ, മമ്മ, അളിയൻ, 9 പേരുണ്ടായിരുന്നു. 9 പേരെ ഈ കൊറോണ ടൈമിൽ ലോക്ക്ഡൗൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോക്കിക്കൊണ്ടുവന്നത്. ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്ന് തുടങ്ങി.
മൊത്തത്തിൽ അച്ഛൻ പെട്ടെന്ന് പോയി ആ സമയത്ത്. ചാനൽ തുടങ്ങി എന്തെങ്കിലും പിടിച്ചിറന്ന് ചോദിച്ചപ്പം ലോക്ക്ഡൌണും ആയി, ആ മൊത്തത്തിൽ അങ്ങ് പെട്ടു. അതിന്റെ ഷൂട്ടും അവിടെയുള്ള അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി. അവരെല്ലാരും നോക്കാൻ അത് എനിക്ക് കിച്ചുവിൻ്റെ സ്വഭാവത്തിൽ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. കുട്ടി ഒന്നും ഡയറക്റ്റ് അങ്ങോട്ട് പറയത്തില്ല, എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടേ പറയത്തുള്ളൂ. കാര്യം അങ്ങനെയുള്ള ആള് ഇപ്പം ഡയറക്റ്റ് പറയുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന രേണുവിനെ പറ്റിയിട്ടൊക്കെ ആ കുട്ടിക്ക് എപ്പോഴേ വന്ന് മീഡിയാസിൻ്റെ മുന്നിൽ സംസാരിക്കുമായിരുന്നു, ഈ പറയുന്ന വീണയെ പറ്റിയിട്ട് സംസാരിക്കുമായിരുന്നു. പക്ഷേ ആ കുട്ടി എല്ലാം ഡയറക്റ്റ് പറയുന്നില്ല, എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുവാണ്. അപ്പം അതിൻ്റെ സാഹചര്യം അതായതുകൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അച്ഛന് ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള മറുപടി, അച്ഛന് ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതലും കടം ആയത്. അതിപ്പം എല്ലാ ആൾക്കാർക്കും അങ്ങനെയാണ്. ഒരു 1.5 വർഷം ജോലി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. ഇപ്പം ഡെയിലി ശമ്പളത്തിന് നിൽക്കുന്ന ഇപ്പം കൊല്ലം സുധിയൊക്കെ എന്ന് പറയുമ്പം അന്നന്ന് അഭിനയിച്ച് അന്നന്ന് ക്യാഷ് മേടിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം അവർക്കൊരു ദിവസം ഷൂട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീട് പട്ടിണിയായിരിക്കും. ഇപ്പം നമ്മുടെ വീടുകളിലും അങ്ങനെ തന്നെയാണ്, ഡെയിലി കൊണ്ടുവരുന്ന വരുമാനമേ ഉള്ളൂ നമുക്കും. അപ്പം ഒരു ദിവസം പണിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും പട്ടിണിയാണ്. അപ്പം അതേപോലെ 1.5 വർഷത്തോളം ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുമ്പം ആൾക്കാർക്കത് മനസ്സിലാകും. അപ്പം അതാണ് കിച്ചു പറയുന്നത്. ലോക്ക്ഡൗൺ സമയത്താണ്, കൊറോണ സമയത്താണ് അച്ഛന് കടമാകുന്നത്. അതായത് കോട്ടയത്തായിരുന്നു ആ സമയത്ത്. അപ്പം അപ്പം അവിടെ ഷൂട്ടിനുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ രേണുവിൻ്റെ അറിയാമല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരുള്ളവർ, അവരെ എല്ലാവരെയും നോക്കണം. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന് ഷൂട്ടിന് വന്ന എന്തോ ആൾക്കാർ അവിടെ സ്റ്റേ ആയിപ്പോയി, പെട്ടുപോയി. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ചിലവിന് കൊടുക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ ഇവരെയും കയ്യിൽ നിന്നൊക്കെ മേടിച്ചെടുത്തൊക്കെ ആയിരിക്കാം ചെയ്തത്. ഇപ്പം വിവാദങ്ങൾ ഒരുപാട് വന്നപ്പം ആ കടങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ആൾക്കാരിലേക്ക് ഇപ്പം എത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഡെയിലി കൊണ്ടുവന്ന് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 1.5 വർഷത്തോളം ജോലിയും കൂലി ഇല്ലാതിരിക്കുമ്പം ഓരോ വീടുകളിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെ കടങ്ങളായതായിരിക്കാം ഈ പറയുന്ന കൊല്ലം സുധിക്കും. പിന്നെ മദ്യപാനം ആൾക്കുണ്ടായിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ കിച്ചുവിൻ്റെ ഭാഗമെല്ലാം നമ്മൾ കേട്ട്, ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്കിനി വീണ നായർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതുകൊണ്ടൊന്ന് കേട്ട് നോക്കാം. കിച്ചു പറയുന്ന അനുസരിച്ച് നിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കി എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം സ്ഥിരമായിട്ട് അവിടെ ഒരു വഴക്ക് കണ്ടത് കൊണ്ടാണോ? അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, കിച്ചു നിങ്ങളുടെ കൂടെ ആണോ താമസം എന്ന് ഞാൻ ചോദിച്ചത്. മനസ്സിലായി? അല്ല, കിച്ചു കണ്ടിട്ടില്ല ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നതൊന്നും. പിന്നെ കിച്ചു അങ്ങനെ കിച്ചുവിന് അറിയില്ല. പിന്നെ പറയാൻ കാര്യം കിച്ചുവിന് അറിയില്ല, എന്താ കാര്യമൊന്നും അറിയില്ല. കിച്ചു അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇവിടുത്തെ വീട്ടിലായിരുന്നു, അച്ഛൻ 1 മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ കുടുംബ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കിച്ചു. അതുണ്ട്. കിച്ചു പറയുന്നുണ്ട്. അതപ്പം കേൾക്കുന്നവർ വിചാരിക്കും നിങ്ങൾ ഭയങ്കര വഴക്കും അടിയും ബഹളവും ഒക്കെ ആയിരുന്നു എന്ന് ഇല്ലേ പറയത്തുള്ളൂ. അല്ല, ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ ചേട്ടാ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. എനിക്ക് നടന്ന കാര്യം നിഷേധിക്കേണ്ട ആവശ്യം എന്താണ്? ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാനുമായിട്ട്. ആദ്യം തുടക്കത്തിൽ തന്നെ ശാലിനി ഈ ഒരു പൈസ കൊടുപ്പും ഇവിടെ പോയി കാണലും അവളെ വീട്ടിൽ തങ്ങലും. ഒരാൾക്കാരും തൻ്റെ അച്ഛനെ പറ്റിയിട്ട് മോശമായിട്ട് ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നും പറയത്തില്ല, നമുക്കറിയാം. പിന്നെ ഈ പറയുന്ന വീണയും സുധിയും തമ്മിൽ നല്ലപോലെ വഴക്കിടാറുണ്ടെന്നുള്ള കാര്യം വീണയും പറയുന്നുണ്ട്, കിച്ചുവും പറയുന്നുണ്ട്. കിച്ചു അങ്ങനെ വഴക്കൊന്നും കാണാറില്ല, കിച്ചു അച്ഛമ്മയുടെയൊക്കെ കൂടെ ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും വല്ലപ്പോഴും എങ്കിലൊക്കെ കുട്ടി വന്ന് നിൽക്കത്തില്ലേ, ഇതൊക്കെ കാണത്തില്ലേ. ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടി ഇപ്പോൾ പറയത്തില്ലല്ലോ, അവരുടെ ഇടയ്ക്ക് സാമ്പത്തിക പ്രശ്നമാണ് കൂടുതലും എന്നുള്ള കാര്യത്തിൽ പറയത്തില്ലല്ലോ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഇനിയിപ്പം ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷെ ഇപ്പം എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം വീണയുടെ ഭാഗത്തും തെറ്റുകളുണ്ടായിരിക്കും. വീണ വന്നിട്ട് സംസാരിക്കുന്നത് തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് നല്ലതുപോലെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതിപ്പം ഓരോ ദിവസം അങ്ങോട്ട് കഴിയുന്തോറും പുതിയ കഥകൾ വരുന്നു, പുതിയ കാര്യങ്ങൾ വരുന്നു, ഓരോന്ന് വരികയാണ്. നമ്മുടെ തല ആകെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം നടക്കട്ടെ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.